വിദ്യാർത്ഥികൾക്കും പുതിരുവഴിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സ്പോട്ട് അഡ്മിഷന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അഡ്മിഷൻ സംബന്ധമായി വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യം അഡീഷണൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമായി അവതരിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സ്പോട്ട് അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമുക്ക് അഡ്മിഷൻ സംബന്ധമായ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. കാലിക്കറ്റ് പത്രക്കുറിപ്പ് 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനായുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 4/9/2026 വരെയാണത്. ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റംബർ മാസം 4 വരെയാണ്. സെപ്റ്റംബർ മാസം 4 വരെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയാണ്. അപ്പം സെപ്റ്റംബർ മാസം 4 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാം. 4/9/2026 ശേഷം 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി മറ്റൊരു റാങ്ക് ലിസ്റ്റോ അലോട്ട്മെന്റോ പ്രസിദ്ധീകരിക്കുന്നതല്ല. അതായത് എന്താണ്? സെപ്റ്റംബർ മാസം 4 ശേഷം യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2026-27 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു അലോട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നതല്ല. അതിനാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച ശേഷം ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നേരിട്ടോ ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടേണ്ടതാണ്. അത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച ശേഷവും വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവേശനം നേടാൻ സാധിക്കും. അങ്ങനെ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യണം? കോളേജിൽ നേരിട്ട് എത്തിയോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് കയറാൻ പറ്റും. നിലവിൽ വിവിധ കോളേജുകളിൽ ലഭ്യമായ സീറ്റ് വേക്കൻസി, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് തുടങ്ങിയ വിവരങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ UG അഡ്മിഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് admission.uoc.ac.in/admission pages/UG കോളേജുകളിലെ നോഡൽ ഓഫീസേഴ്സിൻ്റെ ഫോൺ നമ്പർ വിവരങ്ങളും താഴെ പറയുന്ന വെബ്സൈറ്റിൽ കോളേജ് നോഡൽ ഓഫീസേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് admission.uoc.ac.in വിദ്യാർത്ഥികൾ നിലവിലുള്ള സീറ്റ് വേക്കൻസിയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും പരിശോധിച്ച് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ നേരിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് വിവരങ്ങളൊക്കെ നിങ്ങൾ നോക്കി കഴിയുമ്പം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് ആ നോഡൽ ഓഫീസറെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാം. നിങ്ങൾക്ക് ആ കോളേജിലെ നോഡൽ ഓഫീസറെ അങ്ങോട്ട് വിളിച്ച് എനിക്ക് ഇത്രാമത്തെ റാങ്ക് ഉണ്ട്, ഞാൻ അവിടെ വന്ന് അഡ്മിഷൻ കിട്ടുമോ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. ഇങ്ങോട്ട് വിളിക്കുന്നവരെ കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് അങ്ങോട്ടും വിളിക്കാം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 4/9/2026 സെപ്റ്റംബർ മാസം 4-നകം ബന്ധപ്പെട്ട കോളേജിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് സമയബന്ധിതമായി പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അത് സെപ്റ്റംബർ മാസം 4-നകം അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന നടപടിക്രമങ്ങൾ 11/9/2026 തീയതിയോടെ അവസാനിക്കുന്നതാണ്. അതായത് ഈ വരുന്ന സെപ്റ്റംബർ മാസം 11-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026-27 അധ്യയന വർഷത്തെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ മാസം 4-നകം റാങ്ക് ലിസ്റ്റ് നോക്കി പ്രവേശനം നേടുക. അപ്പോൾ പുതിയ കാണുന്ന